കരിമ്പ എന്ന പാലക്കാടൻ ഗ്രാമത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. 4 കുഞ്ഞുങ്ങൾ ഒരേപോലെ മരണത്തിലേക്ക് പോയി. ഒട്ടും ചിന്തിക്കാതെ അടുത്ത ദിവസത്തെ പരീക്ഷയൊക്കെ അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ച് സ്കൂളിൽ നിന്ന് ഒരു പരീക്ഷയ്ക്ക് ശേഷം ഒരുപാട് സ്വപ്നങ്ങൾ പങ്കുവച്ച് വീട്ടിലേക്ക് വന്ന് ഒരുപാട് ആഗ്രഹങ്ങൾ ബാക്കി വെച്ചാണ് ഈ 4 കുഞ്ഞുങ്ങൾ മടങ്ങുന്നത്. ഐഷായുടെ വീട്ടിൽ നിന്ന് സൂരജ് സജിയും ഇർഫാനയുടെ വീട്ടിൽ നിന്ന് വിപിൻ സി വിജയനും നമ്മോടൊപ്പം ചേരുന്നുണ്ട്. വിപിൻ സി വിജയനിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. വിപിൻ, ഇർഫാനയുടെ വീട്ടിൽ നിന്ന് വിപിൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ചില സാങ്കേതിക തടസ്സം മൂലം നമുക്കത് പൂർണ്ണമാക്കാനാകാതിരുന്നത്. വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇർഫാനയുടെ മൃതദേഹമാണ് വീട്ടിലേക്ക് എത്തിയിട്ടുള്ളത്. അതിൻ്റെ നിരവധി ആളുകൾ വീടുകളിൽ തന്നെ കാണുന്നതിന് വേണ്ടി എത്തിയിട്ടുണ്ട്. അവസാനമായി ഒരു നോക്ക് കണ്ട് കണ്ണീർ പൂക്കൾ അർപ്പിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ MLA കൂടി എത്തിയിരിക്കുകയാണ്. കോങ്ങാട് MLA കൂടി ഇവിടെ എത്തിയിരിക്കുകയാണ്. ഒപ്പം തന്നെ നിരവധി ആളുകൾ ഈ വീടിനെ സംബന്ധിച്ചും നമുക്ക് ഏറെ പറയാനുണ്ട്. കാരണം 2 സഹോദരിമാരും ഒരു സഹോദരനുമാണ് ഇർഫാനയ്ക്ക് ഉണ്ടായിരുന്നത്. ഇർഫാനയായിരുന്നു ഈ കുടുംബത്തിലെ മൂത്ത ആള് ആയിട്ടുണ്ടായിരുന്നത്. ഒപ്പം തന്നെ അടുത്ത് ഒരു റൈസ് മില്ല് നടത്തുകയാണ് ഈ പറഞ്ഞതുപോലെ തന്നെ പിതാവ്. ഇന്നലെ ഈ ഒരു പല്ല് ഡോക്ടറെ കാണിക്കുന്നതിന് വേണ്ടി ഇർഫാനയുടെ അമ്മയും ആ പ്രദേശത്തേക്ക് എത്തിയിരുന്നു. അപ്പോൾ ഇർഫാനയുടെ ഈ ഒരു വിയോഗം തൊട്ട് കൺമുന്നിലാണ് ഉമ്മ കണ്ടത് എന്നുള്ളത് കൂടി എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അത്തരത്തിൽ വലിയ വിഷമത്തിലൂടെ കടന്നു പോവുകയാണ് ഉണ്ടായത്. ഇപ്പോൾ കാണുന്നതിന് വേണ്ടി നിരവധി ആളുകൾ ഈ പ്രദേശത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അടുത്തടുത്ത വീടുകളാണ്. അപ്പോൾ ഒരു പ്രദേശം മുഴുവനായും ഇല്ലാതായി പോകുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കരിമ്പ ചെറുള്ളിയിൽ പള്ളിപ്പുറം വീട്ടിൽ അബ്ദുൾ സലാമിൻ്റെയും ഫാരിസയുടെയും 4 മക്കളിൽ മൂത്ത മകളാണ് ഇർഫാന ഷെറിൻ. 2 പെൺകുട്ടികളും ഒരു ആൺകുട്ടിയുമാണ് ഉള്ളത്. അതിൽ മൂത്ത ആളാണ് ഇപ്പോൾ മരിച്ചിട്ടുള്ള ഇർഫാന. മറ്റ് മതപരമായിട്ടുള്ള ചടങ്ങുകൾ നടക്കുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. പ്രാർത്ഥനകളൊക്കെ ഈ വീട്ടിൽ നടക്കുന്നുണ്ട്. ആ ദൃശ്യങ്ങളൊക്കെ നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ വീടിൻ്റെ മുൻവശത്ത് തന്നെയാണ്. ചെറിയൊരു ചാറ്റൽ മഴ രാവിലെ ഉണ്ടായിരുന്നു. ഒരു പക്ഷേ ഇത്രയേറെ ഒരു വേദന ഉണ്ടാവുമെന്ന് ഇന്നലെ ഉച്ചയ്ക്ക് പോലും പ്രതീക്ഷിക്കാത്തപ്പോൾ ഒറ്റ നിമിഷം കൊണ്ടാണ് ഈ ഒരു വലിയ വേദന ഇവിടെ എല്ലാവർക്കും സമ്മാനിച്ചിട്ടുള്ളത്. ഒരുപാട് പേർ വന്ന് അവസാനമായി കാണുകയും അവരുടെ പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് ഇർഫാനയുടെ വീട്ടിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. ക്രിസ്റ്റീന ആണ് ഇർഫാനയുടെ വീട്ടിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് കരിമ്പയിൽ നടന്ന വാഹനാപകടത്തിൽ മരിച്ച 4 കുഞ്ഞുങ്ങളുടെയും മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് പുലർച്ചെ തന്നെ വിട്ടുകൊടുത്തത്. 6:15 ശേഷം അവരുടെ ചേതനയേറ്റ ജഡങ്ങളിപ്പോൾ ഓരോ വീടുകളിലും എത്തിയിരിക്കുകയാണ്. താങ്ങാനാവാത്ത ദുഃഖം ഓരോരുത്തർക്കുമുണ്ട്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് എല്ലാവർക്കും തന്നെയുണ്ട്. കാരണം സാധാരണ നമ്മുടെയൊക്കെ നാട്ടിലൊരാൾ മരിക്കുമ്പോൾ ആ നാടാണ് ദുഃഖം കൈവിടുന്നത്. ഇപ്പോൾ നിഖിൽ പ്രമേഷ് കൂടെ നമ്മളുടെ വീട്ടിൽ നിന്ന് ചേരുകയാണ്. റിദ ഫാത്തിമയുടെ വീട്ടിലാണ് നിഖിൽ പ്രമേഷ് ഉള്ളത്. നിഖിൽ, നമുക്ക് ചില സമയത്തൊന്നും വാക്കുകൾ ഒന്നും ഉപയോഗിക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ്. അപ്പോൾ അതേ അവസ്ഥയാണ് ഈ ദൃശ്യങ്ങളിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവസാനമായ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഏറ്റവും വൈകാരിക ദൃശ്യങ്ങളാണ് നമ്മൾ വീട്ടിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉമ്മയടക്കമുള്ള ആളുകൾ ഇപ്പോൾ അവസാനമായ ഒരു നോക്ക് കുഞ്ഞിനെ കാണുകയാണ്. അവർക്ക്
ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല ഈ കുട്ടിയുടെ വിയോഗം. അതുകൊണ്ട് തന്നെ അങ്ങേയറ്റം വൈകാരികമായിട്ടുള്ള മുഹൂർത്തങ്ങളാണ് ഈ വീട്ടിൽ നിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ പരീക്ഷ എഴുതാൻ വേണ്ടി വളരെ സന്തോഷത്തോടു കൂടി ഈ വീട്ടിൽ നിന്ന് പോയ ഒരു കുഞ്ഞാണ്. ആ കുഞ്ഞിനാണ് ഇന്നിപ്പോൾ ആ കുട്ടി ഇവിടേക്ക് എത്തുമ്പോൾ ചേതനയേറ്റ ആ കുട്ടിയുടെ ശരീരമാണ് ഇവിടേക്ക് കൊണ്ടുവരുന്നത്. ഏറ്റവും അടുത്ത ബന്ധുക്കളാണിപ്പോൾ ഈ വീടിന് മുന്നിൽ വച്ച് ഈ കുഞ്ഞിനെ അവസാനമായി ഒരു നോക്ക് കാണുന്നത്. അവർക്കൊന്ന് വാരിപ്പുണരാൻ, ഒരു ഉമ്മ കൊടുക്കാൻ പോലും കഴിയാത്തൊരു സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഫ്രീസറിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹത്തിൽ ഒരു ഉമ്മ കൊടുക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യത്തിൽ വാവിട്ട് കരഞ്ഞുകൊണ്ട് തങ്ങളുടെ വേദന ആദ്യമൊക്കെ പങ്കുവെക്കുകയാണ് ഈ ഇവിടുത്തെ ആളുകൾ. ഏറ്റവും അടുത്ത ബന്ധുക്കൾ ആ കുഞ്ഞിനെ അവസാനമായ ഒരു നോക്ക് കാണുന്ന കാഴ്ചയാണ്. അത് ഹൃദയഭേദകമാണ് കൃഷ്ണ. ആ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിഖിൽ പ്രമേശാണ് വിശദാംശങ്ങൾ നൽകിയത് റിദ ഫാത്തിമയുടെ വീട്ടിൽ നിന്ന്. നമ്മുടെ പ്രതിനിധികൾ മറ്റു വീടുകളിലും ഉണ്ട്. എല്ലായിടത്തു നിന്നും ഉള്ളുലയ്ക്കുന്ന ദൃശ്യങ്ങളാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കും ഇത് നിങ്ങളിലേക്ക് എത്തിക്കുന്ന നമുക്കൊക്കെ തന്നെയും തീർത്താൽ തീരാത്ത വേദനയാണ് ഓരോ സമയത്തും ഇതുപോലെയുള്ള അപകടങ്ങൾ, ഇതുപോലെയുള്ള ദൃശ്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അല്പസമയം മുമ്പ് നമ്മോടൊപ്പം ചേർന്നത് ഇർഫാനയുടെ വീട്ടിൽ നിന്ന് വിപിൻ സി വിജയനാണ്. ഈ 4 കുഞ്ഞുങ്ങൾ പരീക്ഷയ്ക്ക് ശേഷം മടങ്ങുകയായിരുന്നു. ഇന്നവർ മറ്റൊരു പരീക്ഷ എഴുതേണ്ടതായിരുന്നു. അവരുടെ ജീവിതത്തിൽ അവരുടേതായ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പാഞ്ഞു വന്ന ഒരു ലോറി ഇല്ലാതാക്കിയത് ഇതൊക്കെയാണ്. ഇനി ഇവരുടെ സഹപാഠികൾ, ഒപ്പം അന്ന് കൂടെ ഉണ്ടായിരുന്ന അജ്ന എന്ന സഹപാഠി, ഇത് കണ്ടുകൊണ്ട് നിന്ന ഇർഫാനയുടെ ഉമ്മ, ആയിഷയുടെ രക്ഷാപ്രവർത്തനത്തിന് ചേർന്ന ആയിഷയുടെ പിതാവ്, ഇവരൊക്കെ ആജീവനാന്തം അവരുടെ മനസ്സിലുണ്ടാകുന്ന വേദന, ഇവരുടെ സഹപാഠികൾക്കുണ്ടാകുന്ന വേദന, കഴിഞ്ഞ ദിവസം വരെ തങ്ങളുടെ മുന്നിലിരുന്ന് പഠിച്ചിരുന്ന ആ വിദ്യാർത്ഥിനികൾ ഇന്നു മുതൽ ഇല്ല എന്ന് കാണുമ്പോൾ, അവരിരുന്ന ഇടങ്ങളിലേക്ക് നോക്കുമ്പോൾ അധ്യാപകർക്കുണ്ടാകുന്ന വേദന, നാട്ടിൽ ഓരോരുത്തർക്കും ഉണ്ടാകുന്ന വേദന, അത് ഒരു നാട് ഒന്നടങ്കം ഈ ടെലിവിഷനിലൂടെ കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും ഉണ്ടാകുന്ന വേദനയും ഒരേപോലെയാണ്. അതായത് സ്വന്തം കുടുംബാംഗങ്ങളെ പോലെയാണ് നമ്മളിവരെയൊക്കെ കാണുന്നത്, അവരുടെ വേദനകൾ പങ്കുവയ്ക്കുന്നത്, ഇത്തരത്തിൽ ഇനി അപകടങ്ങൾ ഉണ്ടാകരുത് എന്ന് പ്രാർത്ഥിക്കുന്നത്. കഴിഞ്ഞ ദിവസമുണ്ടായി വാഹനാപകടത്തിന് ശേഷം ഇൻക്വസ്റ്റ്, പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ വേഗം തന്നെ പൂർത്തിയാക്കി. ഇന്ന് പുലർച്ചെ തന്നെ മൃതദേഹങ്ങൾ ആശുപത്രിയിൽ നിന്ന് ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. അവിടെ നിന്ന് വരിവരിയായി ചേതനയറ്റ വെള്ളത്തുണിയിൽ പൊതിഞ്ഞ മൃതദേഹങ്ങളുമായി 4 വീടുകളിലേക്ക് ഈ കുഞ്ഞുങ്ങളിപ്പോൾ മടങ്ങിയെത്തിയിരിക്കുകയാണ്. പകച്ചു നിൽക്കുന്ന ഒരു നാട്, ഒട്ടും നനച്ചിരിക്കാതെ തങ്ങളുടെ മുന്നിൽ ഓടിക്കളിച്ച് വളരെ സന്തോഷത്തോടുകൂടെ നടന്ന 4 കുഞ്ഞുങ്ങളുടെ മൃതദേഹം എത്തുന്നു. കഴിഞ്ഞ ദിവസം വരെ വളരെ സന്തോഷത്തോടുകൂടെ നടന്ന ആ കുഞ്ഞുങ്ങൾ ചേതനയേറ്റ ജനങ്ങളായി തിരികെ എത്തുന്നു. സഹിക്കാനാവാത്ത വേദനയിലാണ് ആ നാട്. അവരുടെ വേദനയ്ക്കൊപ്പം നമ്മളും പങ്കുചേരുകയാണ്. വീടുകളിൽ പ്രാർത്ഥനകൾ നടക്കുന്നുണ്ട്. പ്രാർത്ഥന നടക്കുന്ന സമയത്ത് നമ്മളും അവരോടൊപ്പം ആ വേദനയിൽ പങ്കുചേരുന്നുണ്ട്. ഓരോ വീടുകളിൽ നിന്നും ഉള്ളുലയ്ക്കുന്ന കാഴ്ചകളാണ് പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. നമ്മുടെയും കൂടെ കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ വിട പറഞ്ഞു പോയിരിക്കുന്നത്. ഇർഫാനയുടെ വീട്ടിലെ ദൃശ്യങ്ങളാണ്. പ്രാർത്ഥനയാണ് നടക്കുന്നത്. അതുകൊണ്ട് പ്രാർത്ഥനയുടെ സമയം ഇർഫാനയുടെ വീട്ടിൽ കുഞ്ഞിൻ്റെ ആത്മശാന്തിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ നടക്കുകയാണ്. ആ പ്രാർത്ഥനകൾ നടക്കട്ടെ. നമ്മൾ ആ സമയം നിശബ്ദരായിരിക്കാൻ ആഗ്രഹിക്കുന്നു.